എന്റെ കയ്യിലായിപ്പോയി. ഇതിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുക? അതിനെന്താ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാ പോരെ? നോക്കട്ടെ. ഞങ്ങളൊരു വിവരം അറിഞ്ഞു, അത് പറയാൻ വന്നതാ. മിനിയുടെ കല്യാണം ഉറച്ചു. അമേരിക്കയിൽ നിന്നും MBA പാസ്സായ ആളാ. കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും. ഒന്നിങ്ങി വന്നേ. ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മോന്റെ നടത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ? അതെന്തിനാ? എനിക്ക് അമ്മിനിയെ ഒന്ന് കാണണം. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മളെ ശ്രുതിക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് കണ്ടോട്ടെ, എന്നിട്ട് നോക്കിക്കോ. എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശ്രുതിക്ക്. പോകാം നമുക്ക്. അതിപ്പോ എങ്ങനെയാ? നമ്മളെ എന്നാ അവർക്ക് ഇഷ്ടപ്പെടുവോ? അതൊന്നും എനിക്കറിയണ്ട. ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അമ്മിനിയെ ഒന്ന് കാണണം. അകത്തേക്ക് വരാവോ? കല്യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു. പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല ശ്രുതിയുടെ കയ്യിലായ വിവരം ഇപ്പോഴാ അറിഞ്ഞതേ. അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് പോകാന്ന് തിരിച്ചു വന്നാ. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. വാ. പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട്. നേരിൽ വന്ന് കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാതിരിക്കുകയായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. സുധിയുടെ അമ്മ അച്ഛനമ്മച്ചി. എന്റെ ഈശോയെ, എന്നിട്ടാണോ വന്ന കാലയിൽ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ, അകത്തോട്ടിരിക്കാം. ഇരുന്നാട്ടെ. ഗ്രേസിയേ, ലാലമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. കല്യാണ വീട്ടിൽ വരുന്ന ആദ്യത്തെ വിരുന്നുകാരാ. ഇങ്ങോട്ടിരുന്നാട്ടെ. കല്യാണ തീയതിയൊക്കെ നിശ്ചയിച്ചോ? ഇല്ല, അവർക്കും ധൃതിയുണ്ട്. അതുകൊണ്ട് മിക്കവാറും അടുത്ത വ്യാഴാഴ്ച ആവും കല്യാണം. ഇത് മിനിയുടെ മാലയാ. സുധിയുടെ കയ്യിലായിപ്പോയി. ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയാണ്. ഒക്കെ മറക്കണം. എന്തിനാ ഇനി അതിനെക്കുറിച്ചൊക്കെ പറയുന്നേ? വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണേന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്.